അയാളെ കാര്യമൊന്നും നീ എന്നോട് പറയല്ലേ. ഇതുപോലെ ആർത്തിപ്പണ്ടാരം വാടക കൊടുക്കാൻ ഒരാഴ്ചയൊന്നും ലേറ്റായാൽ മതി. മനുഷ്യന്റെ ഉയരെടുത്ത് കളയും. ആർക്ക് വേണ്ടിയാണോ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? മക്കളില്ല. ഇപ്പൊ എന്ത് പറ്റി അയാളെ പറ്റി അന്വേഷിക്കാൻ? അല്ല, അയാൾ നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ലൈനിലുണ്ട്, സംസാരിക്കാം. ചേട്ടാ, അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു വണ്ടി വാങ്ങിച്ചു. ഐശ്വര്യമായിട്ട് ചേട്ടനെ ഒന്ന് ഓടിക്കണം. നീ ഇപ്പോഴാണ് എന്റെ അനിയനായി. നിന്നെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. ദൈവമേ പാറു, ഇതൊരു പുതിയ തുടക്കമാണ് നമുക്ക്. പിന്നെ ഇവന് കുറച്ച് അലന്ന കൂട്ടുകാരന്മാരുണ്ട്, അറിയാവോ? അവന്മാർ ഇവനെ വഴി തെറ്റിക്കുന്ന അറിയാവോ? ഒരൊറ്റ ഒരെണ്ണത്തിനെ വണ്ടി കയറ്റി പോയേക്കരുത് കേട്ടോടാ. പ്രത്യേകത അറിയാലോ അല്ലേ? പിന്നെ എനിക്കറിയാം. പിന്നെ ഞാൻ തുണിയൊന്നും കഴുകാണ്ടിട്ട് വരാം. ഐ ആം ട്രാപ്ഡ്. ദൈവമേ, നാളെ ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി ആണോ ഓർക്കുന്നില്ല. എന്നെ ശരിയാക്കോളൂ. ഐഡിയ. അപ്പൊ എങ്ങനെയാ നാളത്തെ പ്ലാൻ? എങ്ങനെയാ? നാളെ നമ്മൾ വീട് മൊത്തം അലങ്കരിക്കുന്നു. 2 കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസുകളൊക്കെ ഉണ്ട്. അല്ല, നാളത്തെ പ്രത്യേകത എന്താന്ന് അറിയാവോ? പിന്നെ എനിക്കറിയാം, പക്ഷെ അത് പാറുവിന്റെ വായിൽ തന്നെ എനിക്കത് കേൾക്കണം. പറയൂ പാറു, പറയൂ. നാളെ അങ്കമാലിയില്ല അമ്മാവന്റെ 16 അടിയന്തര. അതിന് ഏട്ടൻ എന്തിനായിട്ടാ വീട് മുഴുവൻ അലങ്കരിക്കുന്നത്? മൊത്തം ചീറ്റിപ്പോയല്ലേ? നല്ല ക്ഷീണമുണ്ട്, കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കാർത്തികേ, നമ്മുടെ ഒരു ചേട്ടനെ ജിമ്മിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നീ ഇപ്പൊ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയല്ലോ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിന്റെ ഒന്ന് പറഞ്ഞെന്ന് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക. ജിമ്മില് ഇതെന്തോ പിള്ളേര് കളിയാണ്. എടാ, ജിമ്മിലൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ അതിലൊരു പാഷനൊക്കെ ഉണ്ടായി അതേന്ന് പറഞ്ഞ് നിൽക്കുന്ന ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ തന്നെ കൊച്ചുനാൾ തൊട്ടേ പോണം എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പൊ പോയി. ഇപ്പം ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ? ഭയങ്കര കഷ്ടപ്പെടാം മനസ്സിലേക്ക് വരാൻ. നോക്ക് കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതൊക്കെ ഒരു നാരങ്ങ വലുപ്പത്തിൽ വരാൻ എന്തോ കഷ്ടപ്പെടാൻ മതിയോ? അങ്ങനെ കൊച്ചുപിള്ളേരെ അവിടെ കൊണ്ടുപോയിട്ട് വെറുതെ ആ മിഷനൊക്കെ കണ്ടിട്ട് ഇനി ബോധം കെട്ട് വീഴണം, അതൊന്നും പറ്റത്തില്ല. നീയേ ഞാളെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. വിളിക്കട്ടെ, നോക്കാം. ചേട്ടാ വാ. കാശെടുത്തോ? എടുത്തു. ഇത്ര ലേറ്റ് ആയിരുന്നു. ബസ്സിലേക്ക് വരണ്ടേ? ചുരുട്ടി കൂട്ടി നോക്കാം. ഇത് ടിക്കറ്റ് 2 എണ്ണം. 1 കളഞ്ഞു പോയാൽ 1 വേണ്ടേ? ഭയങ്കര ബുദ്ധിയാണല്ലോ. അല്ല, ഇപ്പൊ ഈ 2 എണ്ണം കളഞ്ഞു പോയായിരുന്നെങ്കിലോ? സീസൺ ടിക്കറ്റ് ഉണ്ട്. ഓഹോ, പാറു സൂക്ഷിച്ച് നടന്നു പറഞ്ഞേ. അന്നീവനാ കേട്ടോ. കുട്ടനാട്ടുകാരിയാ എന്നോടോ? പാറു വേണേ എന്റെ കൈ പിടിച്ചോ പാറു. പോയേട്ടോ, ഇന്നുള്ള കുഞ്ഞ അൻസറല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യം എന്തുവാ? അറിയാത്ത പിള്ളേ ചൊറിയുമ്പോ അറിയും. കുട്ടനാട്ടുകാരി ഇരുന്നും കിടന്നൊക്കെ പതുക്കെ അങ്ങ് വന്നാ മതി കേട്ടോ. ഏട്ടോ, ഒരു കൈ സഹായം വേണ്ട, അങ്ങ് വന്നാ മതി.